नंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीरा वनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी। हरे कृष्णा 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 हरे 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 रामा राम राम हरे हरे। हरे कृष्ण माताजी, दंडवत प्रणाम। हरे कृष्ण माताजी। हरे कृष्ण प्रभु, തുടങ്ങാമല്ലോ? തുടങ്ങാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിർഷദന്തമോന്തം സംസാരിണം കരുണയാഗപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം. ശ്രീചൈതന്യമീശ്വരം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീമദ് ഭാഗവതം 35 തീർത്തു അല്ലെ? 36-ാമത്തേതല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത് മാതാജി? ഹരേ കൃഷ്ണ. 34 എടുത്തു കഴിഞ്ഞു. 34 കഴിഞ്ഞുള്ളോ? ഓക്കെ. ഹരേ കൃഷ്ണ. ഏത് സ്കന്ധം, ഏത് ചാപ്റ്റർ? ഫസ്റ്റ് സ്കന്ധം പ്രഭു, 13th ചാപ്റ്റർ, ശ്ലോകം 34 തീർന്നു. 35. 1, 13, 35. ഹരേ കൃഷ്ണ. നമുക്ക് 35-ാമത്തെ ശ്ലോകത്തിൽ 34 എന്താണ് മാതാജി പഠിച്ചത്? ആരെങ്കിലും ഒന്ന് പറയും. മാതാജി തന്നെ പറയണമെന്നില്ല, ആരായാലും. ഹരേ കൃഷ്ണ. യുധിഷ്ഠിരൻ അപ്പൊ തന്റെ പിതാവ് പാണ്ഡു മരണം അടഞ്ഞ ശേഷം അവരുടെ ശിശുക്കളെ എല്ലാം വളർത്തിയെടുത്തെന്നും അവരൊക്കെ സംരക്ഷണം നൽകിയതും ഞങ്ങളുടെ എല്ലാം അഭ്യുദയകാംക്ഷിയായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയുന്നു. വിട്ടുപേക്ഷിച്ച് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. ശരി മാതാജി. മാതാജി, അതിൽ നിന്ന് ഇപ്പൊ ഇത് ആരാണ് പറയുന്നത്? യുധിഷ്ഠിരനാണ് പറയുന്നത് അല്ലേ?
അപ്പൊ യുധിഷ്ഠിരൻ ഇത് പറയുന്നു. പക്ഷെ യുധിഷ്ഠിരനും മറ്റും ഇവർ 5 പേരും അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾക്ക് കണക്കുമില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മാതാജി? ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് അവര്, അല്ലേ? അപ്പൊ അവര് ഇങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ അവരുടെ വീട് വിട്ട് പോകുന്നതിനോട് അവർക്ക് ദുഃഖം ഉള്ളതായിട്ടാ തോന്നുന്നത്. ഹരേ കൃഷ്ണ. അതെ, അവരെ വീട് വിട്ട് പോയതിനോട് വളരെയധികം ദുഃഖമുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടും അവരിങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് വിലയാണ് അവർക്ക് കൊടുക്കേണ്ടത് നമ്മള്? അവരുടെ നന്മ മനസ്സിലാക്കി. അതെ അതെ, അവരുടെ മനസ്സിൽ എന്തെല്ലാം ദുരിതങ്ങൾ അവർ അനുഭവിച്ചു എങ്കിലും, ഇത്രയും കാലവും അവരെ എത്രമാത്രം കഷ്ടപ്പെടുത്തി എങ്കിലും, പക്ഷെ അവരതൊക്കെ മറക്കുന്നു. എങ്ങനെ? ഭഗവത് ചിന്ത കൊണ്ട്, ഭഗവാനെ പ്രാപിക്കാൻ അവർക്ക്, ഭഗവാന്റെ വാക്കുകൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ അതിനെ അവര് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ എന്താണ്, നമ്മളോട് ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് മറക്കാതിരിക്കാൻ ശ്രമിക്കും, അല്ലെ? നമ്മളെപ്പോഴും അവരെന്നോട് അങ്ങനെ ചെയ്തതാണ്, അവരോട് ഞാൻ ഇനി ഒരിക്കലും സംസാരിക്കില്ല, അല്ലെങ്കിൽ അവരെ ഞാൻ നോക്കില്ല, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഇവിടെയോ എന്തെല്ലാം ചെയ്തിട്ടും, വിഷം കൊടുത്തിട്ടും, കൊല്ലാൻ നോക്കിയിട്ടും, തീ വെക്കാൻ നോക്കിയിട്ടും, ഏതെല്ലാം രീതിയിലൊക്കെ ഉപദ്രവിച്ചവരായിട്ടും അവർ ഓർക്കുന്നത് മറ്റവർ ചെയ്ത നന്മ. തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു, അവിടെ നിന്ന് വനത്തിൽ ഉപേക്ഷിക്കാതെ കൂട്ടിക്കൊണ്ടുവന്നു എന്നും അവരെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുകയും ചെയ്തു എന്നുള്ളത്. വളർത്തിയത് ആരോ ആയിക്കോട്ടെ, ആ കൊട്ടാരത്തിലാണല്ലോ അവർ വളർന്നത്. അപ്പോഴേ ഭീഷ്മരും ദ്രോണരും ഒക്കെയാണ് അതിന് കാരണമായിട്ട് നിന്നത് എങ്കിൽ പോലും, പക്ഷെ കൊട്ടാരത്തിൽ ആണല്ലോ വളർന്നത്. ആ കൊട്ടാരം തന്റെ അച്ഛൻ അവിടെ നിന്ന്, ഞങ്ങള് വനത്തിലേക്ക് പോയ സമയത്ത് എന്താണ്, കൊട്ടാരത്തിനെ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അതിനെ അങ്ങ് പിടിച്ചെടുത്തിട്ട് താങ്കളെ കൊണ്ടുവരാതിരിക്കാമായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതിയാണ്. തങ്ങളുടെ അച്ഛൻ രാജാവായിരുന്നു, ഞങ്ങൾക്കാണ് നെക്സ്റ്റ് പ്രിഫറൻസ് കിട്ടേണ്ടത് എന്നൊന്നും അല്ല അവർ ചിന്തിച്ചത്. അപ്പോൾ ആ സെൽഫിഷ്നെസിന്റെ ഒരു അംശം പോലും അവിടെ നമുക്ക് യുധിഷ്ഠിര മഹാരാജാവിൽ കാണാൻ കഴിയുന്നില്ല. അവർ ചെയ്ത നന്മ മാത്രമാണ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകി എന്നുള്ളതാണ് അവരവിടെ കണ്ടത്. അപ്പൊ നമ്മളിലേക്ക് ഓരോ നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. പക്ഷെ അവർ ചെയ്ത നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരംശം നന്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹരേ കൃഷ്ണ. നമുക്ക് 35-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യാത് സുതോ വിരഹകർഷിതഃ ആത്മേശ്വരമജക്ഷാണോ ന പ്രത്യാഹാതി പീഡിതഃ. കൃപയാ സ്നേഹവൈക്ലവ്യാത് സുതോ വിരഹകർഷിതഃ ആത്മേശ്വരമജക്ഷാണോ ന പ്രത്യാഹാതി പീഡിതഃ. കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതോ വിരഹകർഷിതഃ ആത്മേശ്വരമജക്ഷാണോ ന പ്രത്യാഹതി പീഡിതഃ. കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതഃ വിരഹകർഷിതഃ ആത്മ ഈശ്വരം അജക്ഷാണഃ ന പ്രത്യാഹ അതിപീഡിതഃ. കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതഃ വിരഹകർഷിതഃ ആത്മ ഈശ്വരം അജക്ഷാണഃ ന പ്രത്യാഹ അതിപീഡിതഃ. സൂത ഗോസ്വാമി പറയുകയാണ് ഇവിടെ, കൃപയാ പൂർണ്ണമായ, മലയാളത്തിൽ നമ്മൾ പറയുന്ന കൃപ തന്നെ, അനുകമ്പ എന്നൊക്കെ പറയുന്നത് തന്നെ കൃപ കൊണ്ട്, പൂർണ്ണമായ കൃപയോടുകൂടി, സ്നേഹവൈക്ലവ്യാത് എന്ന് പറഞ്ഞാൽ ഗാഠമായ സ്നേഹത്തോടുകൂടി എന്ന് വെച്ചാൽ വളരെയധികം. അപ്പം നമുക്ക് ഒരുപാട് സ്നേഹം വരുമ്പോൾ നമ്മുടെ മനസ്സാകപ്പാടെ ഒന്ന്
ഇളകി മറിയും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചിത്തഭ്രമഭാവം നമ്മളിലേക്ക് ഉണ്ടാകും. മനസ്സിനുണ്ടാകുന്ന ഒരു ചഞ്ചലാട്ടം എന്ന് പറയും അല്ലെ. അപ്പൊ സ്നേഹ വൈക്ലവ്യാത് സൂതഹ ഇവിടെ സഞ്ജയൻ, വിരഹ കർഷിത, വിരഹത്താൽ അങ്ങേയറ്റം ദുഃഖം അനുഭവിക്കുന്ന ആത്മ-ഈശ്വരം, അദ്ദേഹത്തിന്റെ യജമാനൻ ആത്മ-ഈശ്വരം. ആത്മ എന്ന് പറയുന്ന ആത്മാവിനെ അല്ല അവിടെ ഉദ്ദേശിക്കുന്ന, സ്വന്തം യജമാനൻ. അജക്ഷാണ, കാണായികയാൽ, കാണാത്തതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ന, ഇല്ല. പ്രത്യാഹ, പ്രതിവചിച്ചു, മറുപടി പറഞ്ഞു. അതിപീഡിത, അത്യന്തം വേദനയോടുകൂടി. കൃപയാ സ്നേഹവൈക്ലവ്യാ സൂതോ വിരഹകർഷിത ആത്മീശ്വരം അജക്ഷാണോ ന പ്രത്യാഹാദി പീഡിത. അപ്പൊ പ്രത്യാഹ അതിപീഡിത എന്നുണ്ട്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ ഭഗവദേവാസുദേവായ സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലപ്യാത് സൂതോ വിരഹർഷിതഃ ആത്മേശ്വരാജക്ഷാണോ ന പ്രത്യാഹാദിപീഡിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിരഹകർഷിതഃ കേട്ടോ മാതാജി. ആത്മീശ്വരം അജക്ഷാണോ ചേർത്ത് പറയുമ്പോ അങ്ങനെ ആത്മീശ്വരം അല്ലെങ്കിൽ ആത്മീശ്വരം അജക്ഷാണോ അങ്ങനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യത് സൂതോ വിരഹകർഷിത ആത്മേശ്വരമചക്ഷാണോ ന പ്രത്യാഹാദിപീഡിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതോ വിരഹകർഷിതഃ ആത്മേശ്വരമജക്ഷാണോ ന പ്രത്യാഹാദിപീഡിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രുതോവാച കൃപയാ സ്നേഹവൈക്ലവ്യാഃ സൂതോ വിരഹകർഷിതഃ ആത്മേശ്വരം അജക്ഷാണോ ന പ്രത്യാഹതി പ്രീതിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുവിൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാത്മജാതം സഹഗണരഘുനാഥാന്വിതം സജീവൻ സാത്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപ്യസ്യ കൃപാസന്തു പ്രിയവജാപതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുദേവ് की जय, प्रभुपाद की जय, अनंतकोटि वैष्णववृंद की जय. हरे कृष्ण. ട്രാൻസ്ലേഷൻ വിവർത്തനവും ഭാവാർത്ഥവും വൈസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് की जय. വിവർത്തനം. സൂതഗോസ്വാമി ഇവിടെ പറയുകയാണ്, ഇത്രയും നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചുരുക്കം നാം പറയുകയാണ്. സൂതഗോസ്വാമി പറഞ്ഞു, അനുതാപത്താൽ ചിത്തവിക്ഷോഭിതനായ സഞ്ജയൻ തന്റെ യജമാനനെ കാണാത്ത മാനസിക വ്യഥയാൽ യുധിഷ്ഠിരന് വേണ്ട വിധം ഉത്തരമേകിയില്ല. അപ്പം കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു, യുധിഷ്ഠിരൻ ചോദിച്ചു, എവിടെ പോയി എന്റെ വല്യമ്മയും വലിയച്ഛനും എവിടെ പോയി? എപ്പോഴും അവരുടെ മനസ്സറിയുന്ന ആളായിരുന്നു ആരാണ് ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും മനസ്സറിയുന്ന ആൾ ആരായിരുന്നു? സഞ്ജയൻ. അപ്പൊ ആ സഞ്ജയനോടാണ് ചോദിക്കുന്നത്. ആ സഞ്ജയനോട് ചോദിച്ചപ്പോൾ ആ സഞ്ജയൻ മറുപടി നൽകിയില്ല. കാരണം എന്താണ്? വളരെ സങ്കടം കൊണ്ട് എന്ത് സംഭവിച്ചു? ചിത്തവിക്ഷോഭിതനായി തീർന്നു അദ്ദേഹം. മനസ്സിനങ്ങ് ദുഃഖമായി. കാരണം എന്നോട് പറയാതെ അവരെവിടെയും പോയില്ല. ഒന്നാമത്തെ കാരണം കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. എപ്പോഴും സഞ്ജയന്റെ സഹായം ആവശ്യമാണ്. ഇപ്പം ഗാന്ധാരി ആണെങ്കിൽ പോലും കാഴ്ച വേണ്ടെന്ന് വെച്ചെങ്കിൽ അങ്ങനെ അപ്പൊ അവർക്കും കാഴ്ചയില്ല. അപ്പൊ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി
വ്യക്തി ഏത് സമയം സഞ്ജയനോട് എല്ലാ കാര്യങ്ങളും, പ്രൈവറ്റ് സെക്രട്ടറിയാണ്, എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെയുള്ള ആൾക്കാരെ തന്റെ യജമാനെ കാണാതെ അത്രമാത്രം വിഷമിച്ചു. അദ്ദേഹത്തിന് വളരെയധികം വിഷമം ഉണ്ടായി. അങ്ങനെ ചിത്തവിക്ഷോഭിതനായി തീർന്നു. അങ്ങനെ ആ ഒരു യുധിഷ്ഠിരന് മഹാരാജാവാണ് ചോദിക്കുന്നത്, ചക്രവർത്തിയാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെന്നും അറിയാം, പക്ഷേ അത് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. മാനസിക വ്യഥ കൊണ്ട് അവിടെ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സഞ്ജയൻ ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ PA ആയിട്ട്, കാര്യദർശിയായിട്ട് ഇരുന്നിരുന്നു. അങ്ങനെ ധൃതരാഷ്ട്രരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ആരാണ്? ധൃതരാഷ്ട്രന്റെ മനസ്സ് പഠിച്ച ആളായിരുന്നു സഞ്ജയൻ. കാരണം അദ്ദേഹം കാണിച്ചിരുന്നത് എല്ലാ തെറ്റുകളും ചൂണ്ടിക്കാട്ടാനുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇവര് യാത്രയായി പോകുന്നു, കൊട്ടാരത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളത് പറഞ്ഞിട്ടല്ല അവർ പോകുന്നത്. ആ ദുഃഖം അദ്ദേഹത്തെ മുടിയിരുന്നു, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സർവ്വതും നഷ്ടപ്പെട്ട ആളാണ് ഇരിക്കുന്നത്. അവരെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളത് അദ്ദേഹം വിചാരിച്ചിരുന്നു. അദ്ദേഹത്തോട് വളരെയധികം അനുകമ്പ സഞ്ജയനും ഉണ്ടായിരുന്നു, അതുപോലെ യുധിഷ്ഠിര മഹാരാജാവിനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിരാശ മനസ്സിനെ ബാധിച്ചവരായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഒരു ഭക്തന്റെ ആ വിവരണങ്ങൾ കേട്ടപ്പോൾ, ഒരു ശുദ്ധഭക്തന്റെ ആ അഭിപ്രായം കേട്ടപ്പോൾ അവർക്ക് നൈരാശ്യം കൂടുതലുണ്ടാകുകയും അവർക്ക് ഈ എക്സ്റ്റേണൽ വേൾഡിനോട്, ഈ ഭൗതിക ലോകത്തോടുള്ള അഭിനിവേശം അങ്ങ് മാറിക്കിട്ടുകയും ചെയ്തു. അങ്ങനെ അവരെ കൊടും നൈരാശ്യം നേടിയെടുത്തിട്ട് അവര് രണ്ടുപേരും കൊട്ടാരം ഉപേക്ഷിച്ച് പോകേണ്ടതായി വന്നു. ആ സമയത്ത് ഒരു രാജാവും രാജ്ഞിയുമായിട്ട് ഇരിക്കുകയാണ് അവിടെ. യുധിഷ്ഠിരൻ ആ സ്ഥാനം കൊടുത്തിരുന്നു. അങ്ങനെ അവരെ കൊട്ടാരം ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഭഗവാന് വേണ്ടി സർവ്വതും ഉപേക്ഷിക്കാൻ അവർ ആ സമയത്താണ് തയ്യാറാകുന്നത്. അതുവരെയും അവരെന്ത് ചെയ്തിരുന്നു? അവര് എപ്പോഴും അവരുടേതായ കൃതമായി രാഷ്ട്രത്തെ പിടിച്ചിരുന്നു. അപ്പൊ പക്ഷെ അവിടെ ആ സമയത്ത് ഇതാണ് ഒരു ശുദ്ധഭക്തന്റെ വാല്യൂ എന്ന് പറയുന്നത്. അവരെ വേണ്ട വിധത്തിൽ ഉപേക്ഷിച്ച് കൊണ്ടുപോകാൻ. അപ്പം വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം, ചീത്ത വിളിക്കേണ്ടടുത്ത് ചീത്ത വിളിക്കണം. ഈ രീതിയിലുള്ള ഭാവമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. വേണ്ടത് എങ്ങനെ നന്നായിട്ട് പെരുമാറേണ്ടത് നന്നായിട്ട് പെരുമാറണം, റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് റെസ്പെക്ട് കൊടുക്കണം, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. ഈ രീതിയിൽ പറഞ്ഞപ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നതും അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അപ്പം ആ ഒരു ധൃതരാഷ്ട്രരുടെ അന്തസ്ഥിതമായിട്ടുള്ള ആ മനസ്സ്, അപ്പൊ അദ്ദേഹത്തിന് യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നില്ല ചിലപ്പോഴൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട്? അന്ധമായ പുത്രസ്നേഹം ഒരു വശത്ത്, പിന്നെ വൈരാഗ്യഭാവം ഒരു വശത്ത്, തനിക്കെല്ലാം നേടണമെന്നുള്ള ആവശ്യകത ഒരു ഭാഗത്ത്, എന്നും രാജാവായിരിക്കണമെന്നുള്ള ഭാവം ഒരു ഭാഗത്ത്, അങ്ങനെ മറ്റാരും തന്റെ പുത്രന്മാർക്ക് മാത്രമാണ് ഇത് കിട്ടേണ്ടതെന്നുള്ള ഒരു ആഗ്രഹം ഒരു ഭാഗത്ത്. ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന്റെ യുക്തി അങ്ങ് അദ്ദേഹത്തിന്റെ മനസ്സങ്ങ് ഉറച്ചുപോയി. രാഷ്ട്രം തന്റേതെന്നുള്ള ആ ഒരു ഉറപ്പിൽ അങ്ങ് ഇരുന്നു പോയി. അവിടെ നിന്ന് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അത് സഞ്ജയനോട് പറഞ്ഞില്ല. സഞ്ജയൻ അപ്പോൾ ഒരു വലിയ പ്രയാസമുണ്ടായി. അതുകൊണ്ട് ചക്രവർത്തി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുമില്ല. അപ്പൊ ഒരു ഭഗവാനോട് ചേർന്നിട്ട് ഭൗതിക ലോകത്ത് നിന്ന് സ്വതന്ത്രനായതിനു ശേഷം കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം തനിക്ക് ലഭിക്കുന്നതിനായിട്ട് അവരവിടെ നിന്ന് കൊട്ടാരം ഉപേക്ഷിച്ച് പോയത് മനസ്സോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ആ ജീവിതം പരിത്യജിച്ചതിന് ശേഷം അതിനേക്കാൾ എത്രയോ ഉന്നതമായ ഭഗവാനെ നേടുന്നതിന് വേണ്ടിയാണ് അവരവിടെ നിന്ന് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ കൂടുതലൊന്നും പറയാനില്ല. അവർ ഉപേക്ഷിച്ചു പോയി. സഞ്ജയന് വളരെയധികം പ്രയാസമായി. അതുപോലെ തന്നെ അവർ എല്ലാവർക്കും പ്രയാസം ഉണ്ടായി. ഹരേ കൃഷ്ണ. വിമൃത്യ അശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മനാ അജാതശത്രും മൃത്യുജേ പ്രഭോ പാദാവനുസ്മരൻ. വിമൃത്യ അശ്രൂണി പാണിഭ്യാം വിമൃത്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മനാ അജാതശത്രും മൃത്യുജേ പ്രഭോ പാദാവനുസ്മരൻ. വിമൃത്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മനാ
അജാതശത്രും പ്രത്യുജേ പ്രഭു പാദാവനുസ്മരൻ വിമൃജ്യ അശ്രുണി പാണിഭ്യ വിഷ്ടഭ്യ ആത്മാനം ആത്മന അജാതശത്രും പ്രത്യുചേ പ്രഭു പാദു അനുസ്മരൻ. പാദൗ എന്നുള്ളതാണ്. പാദൗ അനുസ്മരൻ. വിമൃജ്യ അശ്രൂണി പാണിഭ്യ വിഷ്ടഭ്യ ആത്മാനം ആത്മന അജാതശത്രും പ്രത്യുചേ പ്രഭു. പ്രഭു എന്നുള്ളത് പിരിക്കുമ്പോ പ്രഭു. പാദൗ അനുസ്മരൻ. വിമൃജ്യ അശ്രൂണി പാണിഭ്യ വിഷ്ടഭ്യ ആത്മാനമാത്മന അജാതശത്രും പ്രത്യുചേ പ്രഭോ പാദൗ അനുസ്മരൻ. വിമൃജ്യ എന്ന് വെച്ചാൽ മായ്ക്കുക, തുടച്ചു കളയുക, തുടച്ചു നീക്കുക എന്നൊക്കെ പറയുന്നത്. അശ്രുണി കണ്ണിലെ അശ്രുക്കൾ, കണ്ണുനീര്. പാണിഭ്യ സ്വന്തം കരങ്ങളാൽ. വിഷ്ടഭ്യ അവിടെ ഉണ്ടായിരുന്ന അഥവാ സ്ഥിതി ചെയ്തിരുന്ന. ആത്മാനം മനസ്സ്. ആത്മന വിവേകത്താൽ. അജാതശത്രു മഹാരാജാവ് യുധിഷ്ഠിരൻ പ്രത്യുചേ മറുപടി പറയാൻ ആരംഭിച്ചു. പ്രഭു അദ്ദേഹത്തിന്റെ യജമാനന്റെ പാദം അനുസ്മരൻ അനുസ്മരിച്ച ശേഷം, ഓർമ്മിച്ച ശേഷം. വിമൃജ്യ അശ്രുണി പാണിഭ്യ വിഷ്ടഭ്യ ആത്മാനമാത്മന അജാതശത്രും പ്രത്യുചേ പ്രഭോ പാദൗ അനുസ്മരൻ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. വിമൃജ്യാശ്രുണി പാണിഭ്യ വിഷ്ടഭ്യാത്മാനമാത്മനാ അജാതശത്രും പ്രത്യുജേ പ്രഭോ പാദാവനുസ്മരൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നിമൃജ്യാശ്രുണി പാണിഭ്യ വിഷ്ടാഭ്യാമാത്മനാത്മന അജാതശത്രും പ്രത്യുച്ഛേ പ്രഭോ പാദാവനുസ്മരാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വിമൃജ്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മന അജാതശത്രും പ്രത്യുചേ പ്രഭോ പാദാവനുസ്മരൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. ആർക്കെല്ലാം വായിക്കണോ? വിവർത്തനം. വിവേകത്താൽ സ്വമനസ്സിനെ സ്വാന്തനപ്പെടുത്തിയ ശേഷം അശ്രുക്കൾ തുടച്ചുകൊണ്ട് തന്റെ യജമാനനായ ധൃതരാഷ്ട്രയുടെ പാദങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മഹാരാജാവ് യുധിഷ്ഠിരനോട് സഞ്ജയൻ ഇപ്രകാരം മറുപടി പറയാൻ ആരംഭിച്ചു. നമ്മളെപ്പോഴും മനസ്സ് ചില സമയത്തൊക്കെ നമ്മുടെ മനസ്സ് കലുഷമാകാറുണ്ട് അല്ലെ? എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മളോട് വേണ്ട വിധം പെരുമാറാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ടുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപേക്ഷ തോന്നുമ്പോഴോ, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുമ്പോഴോ, മോശമായത് കേൾക്കുമ്പോഴോ, ഇത് ഒരുപാട് അവസരങ്ങളിൽ എപ്പോഴും നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ എന്താണ്? ഫ്ലോ ഓഫ് തോട്ട്സ് ആണ്. എപ്പോഴും ചിന്തകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. അല്ലാതെ എന്താണ് മനസ്സ്? അപ്പം അങ്ങനെയുള്ള മനസ്സ് നമ്മളെ ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ അതിനെ സ്വാതന്ത്ര്യപ്പെടുത്താൻ കഴിയുള്ളൂ. ഭഗവാൻ അത് പറഞ്ഞു തരുന്നില്ലേ? മനസ്സെപ്പോഴും ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും. ബൈ എക്സ്പീരിയൻസ് നമ്മൾ അതിനെ പരിശീലനത്താൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നിലയ്ക്ക് നിർത്താൻ നോക്കണം എന്നാണ്. അപ്പം വിവേകത്താൽ എന്ന് വെച്ചാൽ എല്ലാം സംഭവിക്കേണ്ടതാണ്, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് സംഭവിക്കുന്നത് എല്ലാം എന്നുള്ള മനസ്സിൽ വരണം. അപ്പം അല്ലാതെ നമ്മളെ അങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ചിന്താഗതി കൊണ്ടിരിക്കാതെ വിവേകം കൊണ്ട്, അറിവ് കൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അറിവുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമ്മുടെ മനസ്സിൽ വരത്തില്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് തോന്നിപ്പോകും. അപ്പൊ അതിനെ വിവേകം കൊണ്ട് നമ്മുടെ മനസ്സിനെ സ്വാന്തനപ്പെടുത്തിയ ശേഷം കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് തന്റെ യജമാനന്റെ പാദങ്ങളെ അനുസ്മരിച്ചുകൊണ്ട്, ദീർഘകാലമായിട്ട് അവർ നമ്മളെ സ്നേഹത്തിൽ നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പോൾ അവർക്ക് എത്രമാത്രം ദുഃഖം അവർ വിട്ടുപോയപ്പോൾ ഉണ്ടായ ദുഃഖം സഞ്ജയനെ വളരെയധികം ബാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അനുസ്മരിച്ചുകൊണ്ട്
മഹാരാജ് യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുവാൻ ആരംഭിച്ചു. അപ്പം ആരാണ് സഞ്ജയൻ നമുക്ക് മനസ്സിലായി. ആരാണ് ദീർഘകാലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന, എന്നുവെച്ചാൽ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തതും അദ്ദേഹമാണ്, അദ്ദേഹത്തിനാണ് കാഴ്ച നൽകിയതും. അതുപോലെ അദ്ദേഹമാണ് ചെറുപ്പത്തിൽ തൊട്ടേ എല്ലാ കാര്യങ്ങളും ചക്രവർത്തിയായി എല്ലാ ആയിരുന്നപ്പോഴും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അദ്ദേഹം തന്നെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിനുണ്ടായ ആ വൈഷമ്യം ഇവിടെ കാണിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് അപ്പൊ മഹാരാജാവ് യുധിഷ്ഠിരനോട് മറുപടി പറയാൻ ആരംഭിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച നാഹം വേദവ്യവസിതം പിത്രോർവകുലനന്ദന ഗാന്ധാര്യ വാ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭിഃ. നാഹം വേദവ്യവസിതം പിത്രോർവകുലനന്ദന ഗാന്ധാര്യ വാ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭിഃ. നാഹം വേദവ്യവസിതം. വേദവ്യവസിതം. നാഹം എന്ന് പറഞ്ഞാൽ ന അഹം. ന അഹം വേദവ്യവസിതം പിത്രോഹോ വഹ കുലനന്ദന ഗാന്ധാര്യാഃ വാ മഹാബാഹോ മൂഷിതഃ അസ്മി മഹാത്മഭിഃ. ന അഹം വേദ വ്യവസിതം പിത്രോഹോ വഹ. പിത്രോർവ എന്ന് പറയുന്നതിനെ പിരിക്കുമ്പോഴാണ് പിത്രോഹോ, ഇർ എന്നുള്ളത് അവിടെ വിസർഗമാണ്. പിത്രോഹോ വഹ കുലനന്ദന. കുലനന്ദന ഇല്ല, കുലനന്ദന മതി. ഗാന്ധാര്യ വാ മഹാബാഹോ മൂഷിതോസ്മി, അതിനെ പിരിക്കുമ്പോ മൂഷിതഃ പ്ലസ് അസ്മി. മഹാത്മഭിഃ. ന അഹം വേദ വ്യവസിതം പിത്രോഹോ വഹ കുലനന്ദന. കുലനന്ദന ഗാന്ധാര്യ വാ മഹാബാഹോ മൂഷിതഃ അസ്മി മഹാത്മഭിഃ. അപ്പം ഇത്രയും വാക്കുകളാണ് അതിൽ ഉള്ളത്. നാഹം വേദവ്യവസിതം പിത്രോർവ കുലനന്ദന ഗാന്ധാര്യ വാ മഹാബാഹോ മൂഷിതോസ്മി മഹാത്മഭിഃ. ഒക്കെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച നാഹം വേദവ്യവസിതം പിത്രോർവാ കുലനന്ദന ഗാന്ധാര്യ വാ മഹാബാഹോ മൂഷിതോസ്മി മഹാത്മഭിഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. സഞ്ജയ ഉവാച നാഹം വേദവ്യവസിതം പിത്രോർവാ കുലനന്ദന ഗാന്ധാര്യ വാ മഹാബാഹോ മുഷിതോ അസ്മി മഹാത്മഭിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വിവർത്തനം. സഞ്ജയൻ പറഞ്ഞു, എന്റെ പ്രിയ കുരുവംശ നന്ദന, അങ്ങയുടെ പിതൃഭ്രാതാക്കളുടെയും ഭൃതൃഭ്രാതാക്കളുടെയും മാതാവ് ഗാന്ധാരിയുടെയും ദൃഢനിശ്ചയത്തെ കുറിച്ച് ഞാൻ അജ്ഞനാണ്. ഹേ രാജാവേ, ആ ശ്രേഷ്ഠ ആത്മാക്കളാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീപ്രഭുവാദിക്ക് ജയ്. അപ്പൊ സഞ്ജയൻ പറയുകയാണ്, അല്ലയോ കുരുവംശനന്ദന. അപ്പം യുധിഷ്ഠിരൻ ഏത് വംശത്തിൽപ്പെട്ടതാണ്? കുരുവംശത്തിൽപ്പെട്ടവരാണ്. കുരുവംശം എന്ന് പറയുന്നത് രണ്ടു കൂട്ടരുടെയും വംശം കുരുവംശമാണ്. പക്ഷേ നേരത്തെ ഇവര് കുരുവംശത്തിൽപ്പെട്ടവരല്ല, പാണ്ഡവരെ പ്രത്യേകമായി കണ്ടിരുന്നു. അപ്പം ഇവര് കുരുവംശനന്ദനാണ് യുധിഷ്ഠിരൻ. അപ്പൊ യുധിഷ്ഠിരനോട് പറയുകയാണ്, അല്ലയോ കുരുവംശനന്ദന, അങ്ങയുടെ പിതൃഭ്രാതാക്കളുടെയും, അപ്പൊ അവരുടെ പിതാവിന്റെ ഭ്രാതാക്കളുടെയും അതുപോലെ മാതാവായ ഗാന്ധാരിയുടെയും ദൃഢനിശ്ചയത്തെ കുറിച്ച് ഞാൻ അജ്ഞനാണ്. അപ്പം അവരെന്താണ് തീരുമാനിച്ചതെന്നോ അവരുടെ ചിന്താഗതികൾ എന്തായിരുന്നെന്നോ ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. അതിനെ കുറിച്ചൊക്കെ ഞാൻ ശരിക്കും അജ്ഞനാണ്. അല്ലയോ രാജാവേ, ആ ശ്രേഷ്ഠ ആത്മാക്കളാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എന്നോട് അവരൊന്നും പറയാതെ അവരിറങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. കാരണം ഇന്നും അവരുടെ അധീനതയിലായിരുന്നു അദ്ദേഹം.
അപ്പോൾ അവരോടൊന്നും പറയാതെ ഇതാ ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച് ഗാന്ധാരിയോട് പോലും പറഞ്ഞില്ല അല്ലേ? ധൃതരാഷ്ട്ര പറയുന്നില്ല ഗാന്ധാരി എന്റെ കൂടെ വരൂ എന്ന് ആവശ്യപ്പെട്ടില്ല. ഗാന്ധാരിയും ഇറങ്ങി പോകുന്നത് കണ്ടുകൊണ്ട് പോയി. എങ്ങോട്ട് പോകുന്നെന്നോ എവിടെ പോയി എന്നോ സഞ്ജയൻ വന്നപ്പോൾ സഞ്ജയനോട്ട് അറിയുകയുമില്ല. അതുകൊണ്ടാണ് ഞാൻ അജ്ഞനാണ്, അപ്പം അവരാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രീലപ്രഭുവാദിജി ഈ ശ്രേഷ്ഠരായ ആത്മാക്കളെ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ വഞ്ചിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്തെങ്കിലും ഒരു അറിവില്ലാതെ എന്ന് വെച്ചാൽ ഇവരുടെ അറിവില്ലാതാണ് അവർ ചെയ്യുന്നതെങ്കിൽ അഥവാ വഞ്ചിക്കപ്പെട്ടു എങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നല്ല കാരണം അതിനുണ്ടാകും. മഹത്തായ ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ അവരങ്ങനെ പറയാതെ ഇറങ്ങിപ്പോവുകയോ അല്ലെ അറിയിക്കാതെ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ. അല്ലാതെ നിസ്സാരമായ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി അവരത് ചെയ്യുകയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പല സമയത്തും അങ്ങനെയൊക്കെ അസത്യം പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചരിത്രത്തില്. അതുപോലെ ചെയ്യരുതാത്ത കാര്യങ്ങൾ പലപ്പോഴും ചെയ്യേണ്ടതായി വരുന്നു. ഇതൊക്കെ ഒരു ഉന്നത കാര്യത്തിന് വേണ്ടി, ഉയർന്ന ഒരു കാര്യത്തിന് വേണ്ടി എന്ന് വെച്ചാൽ ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ, ഭഗവാന്റെ അഭിപ്രായം, ഭഗവാൻ ധർമ്മത്തിന് വേണ്ടിയാണ്, ധർമ്മത്തെ ഉയർത്തിക്കൊണ്ട് വരുന്നതിനാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അതിന് നമുക്ക് പാപം ഉണ്ടാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു വീക്ഷണഗതി, നമ്മൾ അതേ ചെയ്യുകയുള്ളൂ, അല്ലാതെ ഞാൻ ഇത് ചെയ്യുകയില്ല എന്നുള്ള അല്ലെങ്കിൽ ഞാൻ കള്ളം പറയുകയില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ വസ്തു എടുക്കുകയില്ല, മറ്റൊരാളോട് മോശമായി പെരുമാറുകയില്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ചില സമയത്ത് അത് മാറ്റേണ്ടി വരുന്നത് എപ്പോഴാണ്? ഭഗവാന് വേണ്ടി ഭഗവാന്റെ നിശ്ചയത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ ചിലപ്പോൾ അത് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് ചില അവസരങ്ങൾ, വളരെ അപൂർവമായ ചില അവസരങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിലെ യുദ്ധം നടക്കുന്ന അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭയങ്കരമായ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന അവസരത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് യുധിഷ്ഠിരനെ കള്ളം പറയേണ്ടതായി വന്നു. ഒരിക്കൽ പോലും ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരാളായിരുന്നു. അത് കള്ളം പറയേണ്ടതായി വന്നു, അതും ആരോട്? തന്റെ ഗുരുനാഥനോട്. അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല, എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ കൊണ്ട് ഭഗവാൻ അത് പറയിച്ചു. എന്തുകൊണ്ട്? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്യിച്ചു. അപ്പോൾ യുദ്ധം ചെയ്യിച്ചു, അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാൻ അർജുനൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ട്? തന്റെ ഗുരുക്കന്മാരെയും തന്റെ പിതാമഹന്മാരോടും യുദ്ധം ചെയ്ത് രാജ്യം നേടണ്ട എന്ന് ദൃഢനിശ്ചയം എടുത്ത ആളായിരുന്നു അർജുനൻ. എന്നിട്ടും അതിനെ മാറ്റിയെടുക്കാൻ ഭഗവാന് കഴിഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഇച്ഛ എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അതിനപ്പുറത്തൊന്ന് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ പരമാത്മാവിരുന്നു കൊണ്ട് അത് വേണ്ട എന്ന് പറയുന്ന അവസരത്തിൽ പോലും അത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പറയിപ്പിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ പെരുമാറുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഈ ഒരു എക്സാമ്പിള് ശ്രീല പ്രഭുപാദര് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. യുദ്ധം നടക്കുകയാണ്. ആ സമരത്ത് ദ്രോണരെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് ഓരോരുത്തരെ പരാജയപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ ദ്രോണര്. അപ്പൊ ആചാര്യനാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക. അദ്ദേഹത്തെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് വെച്ചാൽ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടാൽ മാത്രമേ അദ്ദേഹം താഴെ വെക്കുകയുള്ളൂ, ആയുധം താഴെ വെക്കുകയുള്ളൂ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ദ്രോണരോടൊരു അസത്യം പറയിപ്പിച്ചു. ഭഗവാനാണ് പറയിപ്പിക്കുന്നത്. അതിനും കാരണമുണ്ടായി. അശ്വത്ഥം എന്ന ആനയെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യിച്ചു? ഇത് പറയിപ്പിച്ചു. അതിനെ വധിച്ചിട്ട് അശ്വത്ഥാമ ഹത എന്ന് പറയിപ്പിച്ചു. അത് കേട്ടപ്പോഴാണ് ദ്രോണര് എന്ത് ചെയ്യുന്നത്? ആ ആയുധം താഴെ വെക്കുന്നത് എന്ന് നമുക്ക് കഥയിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു മഹത്തായ കാരണത്തിന് വേണ്ടി ഭഗവാൻ അത് ആഗ്രഹിച്ചു, അത് ചെയ്യുകയും ചെയ്തു. അപ്പം അത് യഥാർത്ഥത്തിൽ യുധിഷ്ഠിരന്റെ അറിവോടുകൂടി യുധിഷ്ഠിരൻ മനസ്സിലാക്കിയിട്ടല്ല പറഞ്ഞതെങ്കിലും യുധിഷ്ഠിരൻ അവിടെ പറഞ്ഞത് ശരിയാണ്. ആ വാക്ക് ശരിയായി വന്നു, ആ സെന്റൻസ് ശരിയായി വന്നു. പക്ഷേ അതും
മാനസികമായിട്ടുള്ള ഭാവം എന്തായിരുന്നു എന്നുള്ളത് നമ്മളവിടെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഒരു യഥാർത്ഥ വ്യക്തിയുടെ മാനദണ്ഡം ഭഗവാന്റെ തൃപ്തിയും ജീവിതത്തിന്റെ പരിപൂർണത ഒരുവന്റെ സ്വസ്ഥാന കർമ്മത്താൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയുമാണ്. അപ്പം നമ്മള് സവൈ പുംസാം പരോധർമ്മവും അത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് പരമധർമ്മം എന്താണ്? അപ്പൊ ആ പരമധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ എന്ത് ചെയ്യണം? ഭഗവാൻ ഇച്ഛിക്കുന്നത് എന്തോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറായി മുന്നോട്ട് വരണമെന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുകയില്ല എന്ന് ആദ്യമേ ചെയ്യില്ല എന്ന് യഥാർത്ഥത്തിൽ ആരാണ്? അർജുനൻ വാശി പിടിച്ചു. എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാകാനുണ്ട്, ഏതെല്ലാം രീതിയിലുള്ള കഷ്ടങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി ഞാൻ ഇത് ചെയ്താൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്നുള്ള ഒരു പണ്ഡിതനെ പോലെയാണ് ആര് പറഞ്ഞത്? അർജുനൻ പറഞ്ഞത്. അവിടെയും ഭഗവാൻ ഉപദേശിച്ചത് മാറ്റിയെടുത്തു. എങ്ങനെയാണോ കൃഷ്ണ ആഗ്രഹിക്കുന്നത്, ഭഗവാൻ എന്താഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് വാക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ കൊണ്ട് എത്തിച്ചു. ഭഗവാൻ അതിനൊക്കെ പരിപൂർണമായിട്ട് ആ കഴിവുള്ള ആളായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഭഗവാന്റെ ആ ഒരു രീതിയാണത്. ഭഗവാൻ ഭക്തനെ കൊണ്ട് ചെയ്യേണ്ടടുത്ത് ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സർവധർമാൻ പരിത്യജ്യ മമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ സർവധർമ്മങ്ങളിൽ ഭഗവാനെ ഏൽപ്പിക്കുക. അല്ലാതെ ധർമ്മത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ അതേ ഭഗവാനെ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം എത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പൂർണ്ണനാകുന്നത്. അത് നമുക്കൂടെ ഓരോ ജീവിതത്തിൽ എപ്പോഴാണ് അത് എത്തിച്ചേരുന്ന ആ അവസരം എത്തിച്ചേരുക, എത്ര ജന്മങ്ങൾ കൊണ്ട് എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളത് ആ സ്ഥാനത്തേക്ക് പോകാൻ, ആ സ്ഥാനത്ത് എത്താനാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഭഗവാന്റെ ജീവിതത്തിന്റെ പരിപൂർണത എന്താണ്? അപ്പം ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ്. ആ സവൈ പുംസാം പരോധർമ്മോ യഥോഭക്തിർ തഥോക്ഷജേ അഹൈതുകി അപ്രതിഹത യഥാത്മാ സുപ്രസീദതി. അപ്പം അഹൈതികയായിട്ടും അപ്രതിഹതയായിട്ടും ഇടതടവില്ലാതെയും പൂർണ്ണ മനസ്സോടുകൂടിയും അപ്പം യാതൊരു അകാരണമായിട്ടും, അഹൈതുകി എന്ന് വെച്ചാൽ യാതൊരു കാരണമില്ലാതെയും എന്ന് വെച്ചാൽ ആ ഒരു ഭഗവാനെ സംതൃപ്തനാക്കുവാൻ, ഭഗവാൻ എന്തിഷ്ടമുണ്ടോ അത് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജീവിതത്തിന്റെ പരിപൂർണത എന്താണ്? സ്വസ്ഥാന കർമ്മത്താൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ്. അതാണ് ഗീതയിലെയും ഭാഗവതത്തിലെയും അനുശാസനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് സമയത്തും സഞ്ജയൻ സ്വകാര്യ കാര്യദർശിയായിരുന്നു. അപ്പൊ ഏത് സമയത്തും അവര് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പൊ ധൃതരാഷ്ട്രം വിതുരരും അവരെ അനുഗമിച്ച ഗാന്ധാരിയും അവരുടെ തീരുമാനത്തെ സംബന്ധിച്ച് യാതൊന്നും സഞ്ജയനോട് പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അപ്പോൾ സഞ്ജയനും കൂടെ ഇറങ്ങിത്തിരിക്കും. സഞ്ജയനും അതിനുള്ള ഒരു അവസരം ആയിട്ടില്ല, അതിനുള്ള സമയം എത്തിയിട്ടില്ല. അപ്പൊ ഓരോരുത്തരും അവരുടേതായ ജീവിത രീതികൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പൊ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ അതിനൊരു അവസരമുണ്ട്. ആ സമയത്ത് മാത്രമേ അവർക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവര് 3 പേരും പോയിട്ടും അവരോട് അദ്ദേഹത്തോട് അറിയിച്ചതേ ഇല്ല. അപ്പം തന്നോട് ആലോചിക്കാതെയാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. അപ്പം കൊട്ടാരം ഉപേക്ഷിച്ച് വാനപ്രസ്ഥ ജീവിതത്തിനായി യാത്രയാകുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മളെ അല്ലെ, ധീരനായിട്ട് അദ്ദേഹത്തെ ധീരനാക്കി മാറ്റി. ആരാണ് ധീരനാക്കി മാറ്റിയത്? വിതുരരാണ് അദ്ദേഹത്തെ ധീരനാക്കി മാറ്റി. അപ്പൊ അങ്ങനെ ആ ധീരന്റെ സ്വഭാവത്തോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. അതുപോലെ പല അവസരത്തിലും പല കാര്യങ്ങളിലും ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട്, അപ്പൊ നമുക്ക് ഭഗവത് പ്രീതി പേടുന്നതിനായി പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശ്രീല പ്രഭുപാദർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിനെ ദർശിക്കാനായി ഒരു ദൂരദേശത്തേക്ക് പോകുന്ന അവസരത്തിലെ സനാതന ഗോസ്വാമി അവിടെ നിന്ന് കാവൽക്കാരെ വഞ്ചിച്ചിട്ടാണ് പോയത്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ സനാതന ഗോസ്വാമിക്ക് ഒരിക്കലും പോകാൻ പറ്റുമായിരുന്നില്ല, അവരെ വിടുമായിരുന്നില്ല, അദ്ദേഹത്തെ വിടുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അവരെ അറിയിക്കാതെ പോയി എന്ന് പറയുന്നു. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോസ്വാമിമാരെ കുറിച്ച്. വൃന്ദാവനത്തിലെ ഗോസ്വാമിമാരിൽ ഒരു പ്രമുഖനായ ആളായിരുന്നു ആരെ? സനാതന ഗോസ്വാമി എന്ന് പറയുന്നത്. ഇപ്പം വൃന്ദാവന ഗോസ്വാമിയുടെ പേരാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ മാതാജി കേട്ടില്ല. വൃന്ദാവനത്തിലെ ഗോസ്വാമിമാരുടെ പേര് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മാതാജി പറയാൻ പറ്റുമോ? ഷഡ്ഗോസ്വാമിയ? അതെ അതെ അതെ.
അതായത് രൂപഗോസ്വാമി, ഉം. സനാതന ഗോസ്വാമി, ജീവഗോസ്വാമി, ഗോപാലഭട്ട ഗോസ്വാമി, ഗോപാലദാസ ഗോസ്വാമി. ഒരാളൂടെ ഉണ്ട്, രഘുനാഥദാസ ഗോസ്വാമി. രഘുനാഥദാസ ഗോസ്വാമി. അദ്ദേഹം വളരെ വലിയൊരു പണക്കാരനായ ഒരു ലാൻഡ് ലോഡ് എന്ന് തന്നെയല്ല, സമ്പത്തിന്റെ അത്രമാത്രം സമ്പത്തുള്ള ഒരു അച്ഛന്റെ മകനായിരുന്നു, ഒറ്റ മകനായിരുന്നു. ഒരുപാട് സമ്പത്ത്, എത്രമാത്രം സമ്പത്ത് കുനിഞ്ഞു കൂടിയിരുന്ന ഒരാളിന്റെ മകനായിരുന്നു ഈ രഘുനാഥദാസ ഗോസ്വാമി. ഒരു ജമീന്ദാറായിരുന്നു. അപ്പൊ അദ്ദേഹം ഗോവർദ്ധന മജുംദാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന് പേര്. അദ്ദേഹത്തിന്റെ അച്ഛൻ, ഗോവർദ്ധന മജുംദാറിന്റെ അച്ഛൻ തന്നെ ഹിരണ്യ മജുംദാർ എന്ന് പറയും. അദ്ദേഹം തന്നെ അദ്ദേഹം കുമിഞ്ഞുകൂടിയ സമ്പത്തിന്റെ ആളായിരുന്നു. അപ്പൊ അവരൊക്കെ അടക്കുന്ന അവസരത്തിൽ പോലും 12 ബോഡി ഗാർഡ്സ് വരെ അവർക്കുണ്ടായിരുന്നു എന്നാണ്. അത്രമാത്രം സമ്പത്തിന്റെ സമ്പത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആകെ ഏക സന്തതിയെ വിടുന്നതിന് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ അവരൊക്കെയും ഭക്തന്മാര് തന്നെയായിരുന്നു. കൃഷ്ണഭക്തനും മഹാപ്രഭുവിന്റെ ഭക്തരും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇവരെ ഒറ്റ സന്തതി ഉള്ളതിനെ വിടുന്നതിന് അവർക്ക് പ്രയാസമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, രഘുനാഥദാസ് ഗോസ്വാമിക്ക് മഹാപ്രഭുവിനോടുള്ള സ്നേഹം കൊണ്ട് ഏത് സമയവും വീട് വിട്ടിറങ്ങണമെന്നുള്ള, എത്രയോ പ്രാവശ്യമാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങി മഹാപ്രഭുവിനോടൊപ്പം താമസിക്കണമെന്നുള്ള ആഗ്രഹം. പല പ്രാവശ്യം വീട് വിട്ടിറങ്ങിയിട്ടും അദ്ദേഹം പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു അവസാനം അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്തു. അപ്പം പരനന്മയ്ക്കായി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഭഗവാനെ സംതൃപ്തനാക്കാൻ ഭവനം ഉപേക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പം ഭവനം ഉപേക്ഷിച്ച് അദ്ദേഹം പോയി. അങ്ങനെ യഥാർത്ഥത്തിൽ പുരോഹിതനെ വഞ്ചിച്ചുകൊണ്ട്, പുരോഹിതൻ കൂടെ തന്നെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ വഞ്ചിച്ചുകൊണ്ട് പരനന്മയ്ക്ക് വേണ്ടി ഭഗവാനെ സംതൃപ്തനാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഭവനം ഉപേക്ഷിച്ചത്. നമുക്ക് കേട്ടിട്ടുണ്ട് കഥകളിലൊക്കെ. ആദ്യം പല പ്രാവശ്യം ഇറങ്ങി വരുന്നു മഹാപ്രഭുവിന്റെ അടുത്തേക്ക്, നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്തേക്ക് പോകുന്നു, മഹാപ്രഭുവിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ ഈ സമയത്തൊക്കെയും അദ്ദേഹത്തെ തിരിച്ചു പിടിച്ചു കൊണ്ടുപോകുവാൻ ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ലാസ്റ്റിലാണ് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കഥകൾ നമ്മള് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് വായിക്കും ഒരുപാട്. രഘുനാഥദാസ ഗോസ്വാമിയുടെ കഥ. അദ്ദേഹം ഭവനം ഉപേക്ഷിച്ച് പോരേണ്ടതായിട്ട് വന്നു. എന്തിനെ? ഭഗവാന്റെ സംതൃപ്തി കിട്ടുവാൻ. അല്ലെങ്കിൽ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകും. നമ്മൾക്ക് എത്ര വയസ്സ് ആയുസുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് ചെറുപ്പമാണ്, നമ്മൾ ഇനി കാലമുണ്ടെന്ന് കരുതും. പക്ഷേ ആ കാലം എത്ര നാളത്തേക്കെന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ല. അപ്പം ഭഗവാനെ സംതൃപ്തനാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരിക്കലും ദോഷകരമായി തീരില്ല, അത് ഹിതകരമായേ തീരുകയുള്ളൂ എന്നാണ് നമ്മള് ഇവിടെ ശ്യാമള പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇവിടെയും പറയുന്നു, കുടുംബാംഗങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഭവനം ഉപേക്ഷിച്ച് പലരും ഭഗവത് സേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താൽ അതീന്ദ്രിയമായ കബളിപ്പിക്കലാണത് കുടുംബത്തോട് ചെയ്യുന്നത്. അപ്പം ആർക്കും അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല, നേട്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സ്റ്റേജ് വരെ നമ്മൾ കുടുംബത്തോടൊപ്പം കഴിയുകയും ആ കുടുംബത്തോടൊപ്പം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഭഗവാനെ നേടാനുള്ള സൗകര്യം അവിടെ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മള് ആ വീട് വിട്ട് ഇറങ്ങേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഈ കലിയുഗമാണ്, കലിയുഗത്തിൽ നമ്മൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ വളരെ അപൂർവമായേ ലഭിക്കുകയുള്ളൂ. കിട്ടുന്ന അവസരം ഏത് രീതിയിലും എങ്ങനെയായാലും ശരി അതിനെ നമ്മള് ഉപയോഗപ്പെടുത്തി ഭഗവാനിലേക്ക് എത്താനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതീന്ദ്രിയമായിട്ടുള്ള രീതിയിൽ ഇതൊന്നും ഒരു വഞ്ചനയല്ല ആരെ സഞ്ജയനോട് പറയാതെ പോയത് എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം എപ്പോഴും നമ്മുടെ കൂടെ ഏത് സമയത്തും നമ്മളുടെ കൂടെ എന്തുണ്ടാകണം? ഭഗവാനിൽ ഉണ്ടാകുന്ന പ്രേമഭാവത്തിലെത്താൻ നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ്. അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഭഗവാനിലേക്ക് എത്താനുള്ള സ്റ്റെപ്പ്? നവവിധ ഭക്തി. നവവിധ ഭക്തി 2 രീതിയിൽ നമ്മൾ പഠിച്ചു. ആരൊക്കെ പറയുന്നത്? നവവിധ ഭക്തി 2 രീതിയിൽ, സാധന ഭക്തിയും
അത് പഠിച്ചു. അതിന് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അത് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് അതാണ് വിശ്വനാഥ ചക്രവർത്തി ടാഗോർ മാധുര്യ കദംബരി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ എഴുതി തന്ന സ്റ്റേജസ് നമ്മൾ പഠിച്ചു. ഏതാണ്? ആദൗ ശ്രദ്ധ, തഥാ സാധുസങ്കോധ വചനക്രിയ, അതോ എന്താണ് പിന്നെയോ അതോ അനർത്ഥ നിവൃത്തി സ്യാത്, തതോ നിഷ്ഠ രുചിസ്തത, ശക്തിസ്തോ ഭാവ പ്രേമാത്യഞ്ജലി സാധകാന അയം പ്രയത്ന ഭാതൃഭാവേ ഭവേത് ബ്രഹ്മ. നമ്മളെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഭാഗവതത്തിൽ നിന്ന് തന്നെ പഠിച്ചു. എന്തൊക്കെയാണത്? ശ്രദ്ധ, സാധുസംഗ, നിഷ്ഠ, രുചി അല്ലെ? അപ്പൊ ആ ഒരു ആസക്തി, ഭാവ, പ്രേമം അല്ലെ? അങ്ങനെ വന്നിട്ട് എവിടെ എത്തും? നമ്മൾ ആ പ്രേമത്തിൽ എത്തിച്ചേരും. ആ 9 സ്റ്റേജസും 14 അതിനെ നമ്മൾ 14ആയിട്ട് തിരിച്ചും പഠിച്ചു. അപ്പൊ ആ ഒരു സ്റ്റേജസിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമുക്ക് കഴിയാൻ ഏത് മാർഗമാണോ നമ്മൾ ഈ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് ആ മാർഗം. വീട്ടിൽ നിന്നുകൊണ്ടാകുമെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ടാകണം. അല്ല, വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ല എങ്കിൽ വിട്ടു പോകണോ? അങ്ങനെ പോകുന്നത് കൊണ്ടും പാപമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് അതീന്ദ്രിയമായ കബളിപ്പിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ എന്താണ് സത്വരജ തമോ ഗുണങ്ങളാൽ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് അല്ലെ? അതിൽ നമുക്ക് എപ്പോഴും രജോ ഗുണമായിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാകുക. സത്വഗുണം എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും നമ്മളെ അറിവ് നേടണമെന്ന് ആഗ്രഹം കാണും. അതുപോലെ എന്താണ്? സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നുള്ള ഒരാഗ്രഹം. അത് നമ്മൾ ആ ഭാവം നമ്മളിൽ, ആഗ്രഹമല്ല ഭാവം നമ്മളിൽ ഉണ്ടാകും. അപ്പം അത് കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ഹാപ്പിനെസ്സും നോളജുമാണ് നമുക്ക് എന്താണ് സത്വഗുണത്തിലുള്ളത്. എന്നാൽ രജോ ഗുണത്തിൽ എന്താണുള്ളത്? ആസ്വദിക്കണം. അൺലിമിറ്റഡ് ഡിസൈഴ്സ് ആണ് നമുക്കുള്ളത് അല്ലെ? അത് എത്ര കിട്ടിയാലും നമുക്ക് പോരാ. അൺലിമിറ്റഡ് ആണ് നമ്മുടെ ഡിസൈഴ്സും നമ്മുടെ ലോങ്ങിങ്സും എല്ലാം തന്നെ. അപ്പൊ അത് രണ്ടും നമ്മളെ എന്ത് ചെയ്യുന്നു? അവിടെ ബന്ധിപ്പിക്കും. മറ്റേടത്ത് നമുക്ക് അറിവ് നേടണമെന്നുള്ള അറിവ് നേടണം, സന്തോഷം വേണമെന്ന രീതിയിലുള്ള ബന്ധനം നമ്മൾ അനുഭവിക്കുന്നു. എവിടെ? സത്വഗുണത്തില്. അപ്പൊ രജോ ഗുണം വരുമ്പോഴത്തേക്ക് നമുക്ക് അൺലിമിറ്റഡ് ഡിസൈഴ്സ് നമ്മളെ ബന്ധിപ്പിക്കുന്നു. എത്ര നേടിയാലും പോരാ, എനിക്ക് അതും വേണം ഇത് വേണം, എനിക്ക് എത്ര വേണം എന്നുള്ള ആ ഒരു ഭാവം നമ്മളിൽ ഉണ്ടാകുന്നു. തമോ ഗുണത്തിൽ എന്തുണ്ടാകുന്നു? ആലസ്യം, നിദ്ര. അതെ. ആലസ്യവും നിദ്രയും ആലസ്യം നിദ്രയും കൊണ്ട് നമ്മൾ ഭ്രാന്തമായ ആവേശത്തിൽ അങ്ങ് എത്തിച്ചേരും. അപ്പൊ അത് നമ്മളെ അവിടെ ബന്ധിപ്പിക്കുന്നു. അപ്പൊ നമ്മളെ സത്വഗുണം സന്തോഷത്തിലേക്ക് നയിക്കും. രജോ ഗുണം നമ്മളെ എന്താണ്? ഫ്രൂട്ടീവ് ആക്ഷൻ, നമ്മൾ വീണ്ടും എന്താണ് പ്രവർത്തനം ചെയ്യുക, ഓരോന്ന് നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ബന്ധിപ്പിക്കും. ഇഗ്നറൻസ് ആണെങ്കിൽ എന്താണ്? അറിവ് നേടുന്നതിന് വേണ്ടി നമ്മളെ അറിവില്ലാത്ത രീതി, നമുക്ക് അറിവേ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ പോകും. ഇഗ്നറൻസ് എന്ന് വെച്ചാൽ എന്തുവാ? തമോ ഗുണം എന്ന് പറയുന്നത്. മറ്റേത് അറിവ് നേടുന്നതിന് വേണ്ടി സത്വഗുണം വരുമ്പോൾ ഇവിടെ എന്താണ്? തമോ ഗുണം അറിവില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ അറിവിനെ അങ്ങ് കവർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ എന്തെല്ലാം അറിവ് നേടിയെടുത്ത് അതിനെയൊക്കെ കവർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഗുണങ്ങളെ ഒന്നിനെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകും, ഒന്നിനെ ആക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകും, ഒന്നിനെ ഹെൽപ്ലെസ്നെസ്സിലേക്ക് കൊണ്ടുപോകും. യാതൊന്നും സഹായകമായില്ലാതെ നമ്മളെ അതപ്പതിക്കുന്ന രീതിയിലേക്ക് നമ്മളെ പോകും. അപ്പം സത്വഗുണം നിർമ്മലത്വ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രജോ ഗുണം രാഗാത്മകം, അതുപോലെ തമോ ഗുണം അജ്ഞാനം. അപ്പൊ ഇതിൽ പെട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തീരുമാനമെടുക്കാൻ കഴിയാതെ ഇരിക്കും. നമുക്ക് ചിലപ്പോൾ ആഗ്രഹം കാണും, ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു, നമുക്ക് ഭഗവാന്റെ പ്രീതി നേടണം, എനിക്ക് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഈ 3 രീതിയിലുള്ള ബന്ധനം നമ്മളെ ബന്ധിപ്പിച്ച് അവിടെ ഇടും. പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? എന്താണ് നമ്മളെ സഹായിക്കുന്നത്? എന്താണ്? ഇതും ബന്ധിക്കുമെന്ന് പറഞ്ഞു അല്ലെ? ബന്ധിപ്പിക്കും. 3ഉം നമ്മളെ ബന്ധിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് നേടാനുള്ളത്? നമുക്ക് 3 ഗുണങ്ങളെ ഉള്ളൂ. ശുദ്ധ സത്വത്തിലേക്ക് നമ്മളെ എത്തിച്ചേരണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയാകും. അത് മറ്റതൊക്കെയും നമ്മുടെ എന്താണ് മനസ്സിന് വേണ്ടിയുള്ള ആനന്ദം നേടുക, ഇതൊക്കെ മനസ്സിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് വേണ്ടിയാകുമ്പോൾ അത് ശുദ്ധ സത്വത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കേണ്ടതായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഭഗവത് സേവനത്തിന് വേണ്ടി നമ്മളെ എന്തും ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എപ്പൊ നമ്മളുടെ മനസ്സിൽ നമ്മൾ എല്ലാവരും പറയും, എന്റെ ഉള്ളിൽ ഭഗവാനുണ്ട്, പരമാത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം
ഞാനല്ല റിയൽ എൻജോയർ എന്നൊക്കെ നമ്മൾ ബൈഹാർട്ടായിട്ട് നമ്മൾ പഠിച്ചു വെക്കും. ഞാനല്ല, ഭഗവാനാണെന്ന് അറിയുമ്പോൾ എല്ലാവിധ ദുഃഖം വന്നാലും സുഖം വന്നാലും ഇതെല്ലാം ഭഗവാനാണ് റിയൽ എൻജോയർ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ മനസ്സ് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അപ്പൊ നമ്മൾ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു പ്രത്യക്ഷ പ്രമാണം, പരോക്ഷ പ്രമാണം, അപരോക്ഷ പ്രമാണം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അത് രീതിയിൽ കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകുവാൻ നമ്മുടെ മനസ്സിന് കഴിവുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി ഒരു ശ്ലോകം കൂടി എടുക്കാം. അഥാജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരുഹു പ്രത്യുത്ഥായ അഭിവാദ്യാഹ സാനുജോ അഭ്യർച്ചയ മുനിം. ജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരുഹു പ്രത്യുത്ഥായ അഭിവാദ്യാഹ സാനുജോ അഭ്യർച്ചയ മുനിം. ജഗാമ ചേർത്ത് പറയുമ്പോഴേ ജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരുഹു പ്രത്യുത്ഥായ അഭിവാദ്യ ആഹ സ അനുജഃ അഭ്യർച്ചൻ മുനിഹി. അഭ്യർച്ചൻ ച മുനിഹി എന്നുള്ളതാണ്. അഭ്യർച്ചൻ യ മുനിഹി. ജഗാമ ഭഗവൻ നാരദ സഹ തുംബുരുഹു പ്രത്യുത്ഥായ അഭിവാദ്യാഹ സാനുജോ അഭ്യർച്ചയൻ മുനിഹിം. മീൻസ് അതിനുശേഷം ആജഗാമ എത്തിച്ചേർന്നു. ദൈവീകത്വമുള്ള വ്യക്തി ഭഗവാന്. ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് സാധാരണ ഭഗവാനെ അല്ല, ഇവിടെ നമ്മളെക്കാൾ റെസ്പെക്റ്റബിൾ ആയിട്ട്, വളരെയധികം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹമുള്ള ആ വ്യക്തികളെല്ലാം നമ്മള് ഭഗവാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഭഗവാൻ ദൈവീകത്വമുള്ള വ്യക്തി. നാരദൻ സഹ തുംബുരുഹു അദ്ദേഹത്തിന്റെ വീണയോടൊപ്പം പ്രത്യുത്ഥായ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അഭിവാദ്യം ചെയ്തു. ആഹ പറഞ്ഞു. സ അനുജഃ അനുജന്മാരോടൊപ്പം അഭ്യർച്ചൻ എന്ന് വെച്ചാൽ ശരിക്കും ആ സമയത്തുണ്ടായ ചെയ്യേണ്ട ആതിഥ്യ മര്യാദകളോടുകൂടി പിന്നെ അഭ്യർച്ചന. എങ്ങനെയാണോ ഒരു വ്യക്തിയെ, ആ രീതിയിലുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കേണ്ടത്, ആ ആതിഥ്യ മര്യാദയോടുകൂടി മുനിയെ. അനന്തരം ആജഗാമ എത്തിച്ചേർന്നു. ഭഗവാൻ ദൈവികത്വമുള്ള വ്യക്തി. നാരദൻ സഹ തുംബുരുഹു അദ്ദേഹത്തിന്റെ വീണയോടൊപ്പം പ്രത്യുത്ഥായ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അഭിവാദ്യ യഥാർഹമായി പ്രണമിച്ചു. ആഹ പറഞ്ഞു. സ അനുജഃ അനുജന്മാരോടൊപ്പം അഭ്യർച്ചൻ സംഗതമായ ചിത്തവൃത്തിയോടെ എന്ന് പറഞ്ഞാല് ഏതെല്ലാം കാര്യങ്ങളാണോ ആ സമയത്ത് ചെയ്യേണ്ടത്, ആ ഒരാളെ സ്വീകരിക്കുന്ന അവസരത്തിൽ ചെയ്യേണ്ട, ആ വേളയിൽ ചെയ്യേണ്ട കാര്യങ്ങളോടുകൂടി മുനി. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അഥാ ജഗാമ ഭഗവാൻ നാരദാ സഹ തുംബുരു പ്രത്യുത്ഥായാഭിവാദ്യാഹ സാനുജോഭ്യർച്ചയൻ മുനിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാ ജഗാമ ഭഗവാൻ നാരദാ സഹ തുംബുരുഹു പ്രത്യുത്ഥായാഭിവാദ്യാഹ സാനുജോഭ്യർച്ചയൻ മുനിം. ഹരേ കൃഷ്ണ. പ്രത്യുത്ഥായ അഭിവാദ്യമാണ്. അഭിവാദ്യാഹ പുസ്തകത്തിൽ അങ്ങനെയല്ലേ? അഭിവാദ്യാഹ സാനുജോ അഭ്യർച്ചയൻ. ഹരേ കൃഷ്ണ. നമുക്ക് സമയമായി. എന്തെങ്കിലും പഠിച്ചതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 1 മിനിറ്റേ ഉള്ളൂ ഇനി. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം.
ഹരേ കൃഷ്ണ. കൃഷ്ണമാതാജി, ഈ 9 തലം, ഭക്തിയുടെ 9 തലം വിശ്വനാഥ് ഭഗവത് ചക്രവർത്തി താക്കൂറാണോ അതിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്തത്? അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മാധുര്യ കദംബിനി എന്നും പറഞ്ഞൊരു ബുക്കുണ്ട്. അതിലാണ് അദ്ദേഹം സ്റ്റേജസ് പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം 14 ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്ലാസ് എടുത്തപ്പോഴേ എടുത്തായിരുന്നു. നേരത്തെ ക്ലാസ് എടുത്തപ്പോഴേ നമ്മളെ 1, 2, 14 തൊട്ട് 20 വരെയുള്ള ശ്ലോകങ്ങളിലെ അത് പഠിച്ചായിരുന്നു. അപ്പൊ അവിടെ അന്ന് പ്രഭു ഉണ്ടായിരുന്നില്ലായിരിക്കും. അപ്പൊ അവിടെ 9 സ്റ്റേജസ് ഞാൻ 14 രീതിയിലാണ് പറഞ്ഞു കൊടുത്തത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു സംശയം കൂടെ. ഈ നമ്മുടെ ഈ 9 തലങ്ങളില് അതായത് ഭക്തിയുത സേവനത്തിന്റെ അഭിധേയ, അതുപോലെ സംബന്ധം, പ്രയോജനം, ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്ന ഈ തലങ്ങളെ? അപ്പൊ നമ്മളെ ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ ഇതോടുകൂടിയല്ലേ നമ്മളെ ആ ഒരു ഭഗവാൻ ആരാണെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. നമ്മൾ കേൾക്കുക, ആരോടെ കേൾക്കുക? സാധുസംഘത്തിൽ കേൾക്കുക, നമ്മളുടെ ഭജനക്രിയ ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് തോന്നല് തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു അവിടെ വെച്ച് നമ്മൾ അത് 3-ൽ വെച്ച് നമ്മളെ ഭഗവാനെ കുറിച്ച് അറിയണമെന്നുള്ള ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയയിൽ കുറിച്ച് ആ ആഗ്രഹം എടുത്തിക്കുക എന്നതിന് ശേഷം നമ്മുടെ മനസ്സിലെ ആ ഒരു ഉണ്ടായിരുന്ന ആ കലുഷ ഭാവങ്ങളായ അനർത്ഥ നിവൃത്തി മൊത്തം അങ്ങ് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഭഗവാനിലേക്ക് നമ്മളെ ആ 3 സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ നിഷ്ഠയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ നിൽക്കും. നിഷ്ഠ നമ്മൾ നന്നായി പാലിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കതിന്റെ പൂർണ്ണമായ പ്രയോജനം ഭഗവാൻ തരികയുള്ളൂ. അപ്പൊ ആ നമുക്ക് ചെയ്യാം. നിഷ്ഠ വരെ നമുക്കാകും. പക്ഷെ പിന്നീട് നമുക്ക് ഭഗവാനാണ് തരേണ്ടത്. ഭാവമും ഒക്കെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ, ഭാവമൊക്കെ അങ്ങനെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് നമുക്ക് ഭഗവാനാണ് ഫലം. അതാണ് പ്രയോജനം അല്ലേ? ഭഗവാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ, ആ ചെയ്യുന്നതിൽ ആത്മാർത്ഥതയുണ്ട്. ഭഗവാൻ വളരെ മിടുക്കനാണ്. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യുന്നതിൽ ആത്മാർത്ഥത ഉണ്ടോ അതോ വെറും വാക്കുകൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണോ എന്നുള്ളതൊക്കെ ഭഗവാൻ അറിയാം. അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാൻ അതെല്ലാം ശ്രദ്ധിക്കുകയും ഭഗവാൻ അതിൽ നിന്ന് നമുക്ക് പ്രയോജനത്തിലേക്ക് കടത്തി വിടുകയും നമ്മളെ ചെയ്യും. അപ്പൊ ചോദിക്കും, അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഘട്ടവാങ്കൻ എന്ന ധരണീസ് എന്നെ കാണുന്നൊരു മുഹൂർത്തേണ നീ ഗതി കൊടുപ്പാനും എന്ത് ഗതി ഇല്ലേ? അതൊക്കെ നമ്മൾ വിചാരിക്കും 1 മിനിറ്റ് കൊണ്ട് പോയല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അവിടെയൊക്കെയും അത് അവരുടെ ഭാവങ്ങളെ കുറിച്ചും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും നമുക്കറിയില്ല. നമ്മൾ അജ്ഞരാണ്. പക്ഷെ ഭഗവാൻ അതേക്കുറിച്ചെല്ലാം അറിയാം എന്നുള്ളത്. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ഇങ്ങനെ പോവാണെങ്കിൽ ഒരു 10-25 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലേ മാതാജി? ഞാൻ എവിടെ എത്തും പ്രഭു വന്നത്? അപ്പൊ ഈ ഒരുപാട് ഡിവോട്ടീസ് വന്ന് കീർത്തനം പാടുന്നതിന്റെ എണ്ണം കുറച്ച് മാക്സിമം നമുക്ക് കവർ ചെയ്ത് പോകണം. വളരെ ലേറ്റ് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും മാതാജി ഞാനിപ്പോ ഇച്ചിരി ഓടിപ്പോവാ പ്രഭു. കാരണം ഇനി സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ ചിന്തിച്ച്, സെക്കൻഡ് കാൻഡോ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുള്ളതാണ്. മനസ്സിലാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതെല്ലാം കഥകളായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകാം. അപ്പൊ നമ്മള് വീണ്ടും വളരെ എന്താ പറയാ അത്ഭുതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയാൻ പോവുകയാണ്. സോ മാതാജിയോടുള്ള ആദരപൂർവ്വം നമ്മള് ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ. नाम संकीर्तने की हरे कृष्णा महामंत्र की जय श्री अनंत पद्मनाभ